2026 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് 60+ മാർക്ക് എങ്ങനെ നേടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത 20 ഹോട്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടധികം ഹോട്ട് ടോപ്പിക്കുകൾ ഇതിനോടൊക്കെ തന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറേയധികം ലിസ്റ്റ് കാണും. സിലബസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത 20 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുകൾ പഠിക്കുകയാണെങ്കിൽ 60+ എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് കഴിയും. നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാനും കഴിയും. അപ്പോൾ ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന് നോക്കാം. ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ അംഗമാവുകയാണെങ്കിൽ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒന്നാമതായിട്ട് അറൈവൽ ഓഫ് യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും കവർ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കുറച്ച് പോർഷനും കൂടെ കവറായിട്ട് പോവുകയും ആ ഭാഗത്തു നിന്ന് കേരള ഹിസ്റ്ററിയിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുക, യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളും. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും INCയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യമുണ്ടായിരിക്കും. വേൾഡ് ഹിസ്റ്ററിയിലാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഇതെല്ലാം തന്നെയുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ, ബാലൻസ് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനെങ്കിലും കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് വേൾഡ് വാർ. അപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 2 ടോപ്പിക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഫ്രഞ്ച് റവല്യൂഷനും സെക്കൻഡ് വേൾഡ് വാറും. അടുത്ത് നമുക്ക് ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ റോക്ക്, അതുപോലെ മാപ്പ്. റോക്ക് എന്ന് പറയുമ്പോൾ ശിലകളുടെ ഭാഗത്തു നിന്ന് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ, ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുക. അതുപോലെ മാപ്പുകളുടെ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, അതാണ് ഞാൻ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയിൽ നിന്നും റോക്കും മാപ്പും, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. കേരള ജോഗ്രഫിയിൽ നിന്നാണെങ്കിൽ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി, കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ എക്കണോമിക്സിൽ വരികയാണെങ്കിൽ എക്കണോമിക്സൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുകയാണെങ്കിൽ അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. നിങ്ങൾക്കൊരു 5-6 ദിവസം നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ എക്കണോമിക്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റും. നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ എത്ര ഇരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എക്കണോമിക്സൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നാഷണൽ ഇൻകം, ആ ഭാഗത്തു നിന്ന് നിങ്ങൾ GDP, അതുപോലെ NNP, ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. 5 ഇയർ പ്ലാൻസ് എല്ലാ പരീക്ഷയിലും ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചെടുക്കുക, അത് പഠിക്കാതെ പോകരുത്. അതുപോലെ ടാക്സും നമ്മുടെ നികുതിയേതര വരുമാനം, GST, ബഡ്ജറ്റ്, ആ ഭാഗം നിങ്ങൾ നോക്കുക. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വിവരാവകാശ കമ്മീഷനും നോക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ലോക്പാൽ, ലോകായുക്ത, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഭേദഗതികൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ ഫുള്ളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ടോപ്പിക്കാണ്. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ആ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടാകും. അതുപോലെ പഞ്ചായത്തി രാജൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിയാമ്പിളും കൂടിയാണ്, ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടി. ഈ ഭരണഘടനയൊക്കെ എടുക്കുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങളായാലും മൗലികാവകാശങ്ങൾ, റിട്ടുകൾ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ആമുഖമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്ത് അതും കൂടെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കുക. പിന്നെ നമ്മൾ സ്പോർട്സിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ടേംസ്, കളികളുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ, ഓരോ പദവും ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ ചോദ്യം ഉണ്ടായിരിക്കും. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കൊടുക്കുന്നത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, സൈബർ ലോസ്, ഈ ഭാഗമൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് നോക്കുക. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ LAN, WAN, ആ ഭാഗം, സൈബർ ലോസും സൈബർ ക്രൈംസും IT ആക്റ്റൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നാണെങ്കിൽ ISR. ഇതിന് പുറമെ കലാകായികം, സാഹിത്യം, സംസ്കാരം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ടോപ്പിക്ക്, അപ്പോൾ ഞാൻ ഈ സാഹിത്യം, കല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി വരും. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ കിട്ടും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ് ആയിട്ടും കൂടെ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 20 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു 20 ടോപ്പിക്കുകൾ ഓരോ ദിവസം വെച്ച് കവർ ചെയ്യാനായിട്ട് നോക്കുക.
മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇനി ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ 20 ടോപ്പിക്കുകൾ. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് വേണം, ഓരോ ദിവസവും ഓരോന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. അപ്പോൾ 20 ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങൾക്ക് 60+ എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. താങ്ക്